അസ്സലാമു അലൈക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ മൈസൂർ ട്രിപ്പാണുള്ളത്. ഇത് ട്രിപ്പിൻ്റെ തലേ ദിവസം നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളിതാ നൈറ്റിൽ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചിക്കിങ്ങിലോട്ട് വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കയും ഇക്കാൻ്റെ ബ്രദറും ഞാനും കൂടെ ബേബീനെ വീട്ടിലാക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത ശേഷം ഇറങ്ങിയിട്ടുള്ളതാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറണം. ഇങ്ങനെ നാളെ മൈസൂരിൽ പോകുമ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ ചിക്കിങ്ങിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി പോകുന്ന വഴി അത് കളക്ട് ചെയ്തിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബർഗേഴ്സ്, പിസ്സ, പിന്നെ ഫ്രൈഡ് ചിക്കൻ അതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് 5:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടൊക്കെ അത് ലഗേജൊക്കെ എടുത്ത് വെക്കുകയാണ്. കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് ഈ ചുരത്തിലൊക്കെ കുറച്ച് നേരത്തെ ആ ഒരു ടൈം ട്രാവൽ ചെയ്യാൻ നല്ല രസമല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പിന്നെ ട്രാഫിക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബേബി ആണെങ്കിൽ നല്ല ഉറക്കയിലാണ് കേട്ടോ. ആളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മളിതാ ചുരത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ വ്യൂ പോയിന്റിൽ നിർത്തിയിട്ടുണ്ട്. ഈ ചുരത്തിൽ നിന്നൊന്നും ഒന്നും കയ്യിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇതാ ഒരാൾ മെല്ലെ പോയിട്ട് അവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. ഫോറിനേഴ്സ് ട്രാവൽ ചെയ്യുന്ന ഒരു ഓട്ടോ ആയിരുന്നു. അതിൽ നിന്ന് അവരുടെ ചോക്ലേറ്റോ അങ്ങനെ എന്തോ എടുത്തിട്ട് ഇയാൾ മെല്ലെ കഴിക്കാനുള്ള പ്ലാനിലാണ്. മൂപ്പരാൾ നൈസായിട്ട് അതൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കാൻ പോവാണ്. എന്തായാലും മൂപ്പരാൾ ഇതൊക്കെ അകത്താക്കിയ ശേഷമാണ് കേട്ടോ ഇവരത് കാണുന്നുണ്ടായിരുന്നത്. അവർ നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും കുറച്ച് ടൈം അവിടെ നിന്ന ശേഷം തിരിച്ചു പോവാണ്. അങ്ങനെ മോർണിംഗ് 9 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും അധികം വിശപ്പൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ ലൈറ്റായിട്ട് ന്യൂട്ടെല്ലയും ബ്രെഡും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിതാ വാഷ്റൂമിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ അതാ ഒരു ആനയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മളിതാ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എപ്പോൾ ഈ ഫോറസ്റ്റിൽ വന്നാൽ രണ്ട് സൈഡിൽ എന്തെങ്കിലും ആനിമൽസിനെ കാണുന്നുണ്ടോ എന്നുള്ള നോക്കിയിരിപ്പാണ്. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഇതാ സൺഫ്ലവറിൻ്റെ ഒരു തോട്ടം കണ്ടു. അപ്പോൾ അവിടെ 10 റുപ്പീസ് കൊടുത്താൽ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ നമ്മളിതാ ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ.
അങ്ങനെ നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം വീണ്ടും ഇതാ മൈസൂരേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ മൈസൂർ സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ സിറ്റിയിലുള്ള ഹോട്ടൽ ലിവാന അതാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ദാ ഹോട്ടലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി 2 days ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂം ടൂർ ഒന്ന് കണ്ടാലോ. നെക്സ്റ്റ് നമ്മൾ ആനന്ദഭവൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രാജ് കച്ചോരി, പാവ് ബജി, ചീസ് സ്റ്റഫ്ഡ് പാവ് ബജി, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പാനിപൂരി, പിന്നെ ടെൻഡർ കോക്കനട്ട് ഷേക്കും ബദാം മിൽക്കും ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. എവിടെ പോയത്? 10 ഉണ്ട്. ഇവിടെ കൂടുതലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് ടിപ്പു സുൽത്താൻ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ്, പിന്നെ സ്വോർഡ്സ്, ഫേർണിച്ചേഴ്സ് അങ്ങനെ ആയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ.
നെക്സ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് ഗുംബസ് എന്ന് പറഞ്ഞിട്ട് ടിപ്പു സുൽത്താൻ്റെ മക്ബറയും കാര്യങ്ങളും ഉള്ള സ്ഥലത്തോട്ടാണ്. നമ്മളിതാ ഉള്ളിലോട്ട് കയറി. അവിടെ 3 മക്ബറകൾ ഉണ്ടായിരുന്നു. അതിൽ ഇതാ ഒരു യെല്ലോ ആയിട്ട് കാണുന്ന ഫസ്റ്റ് വണ്ണാണ് ടിപ്പു സുൽത്താൻ്റെ മക്ബറ. അങ്ങനെ അതൊക്കെ കണ്ട ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് ഒരുപാട് മക്ബറകളുണ്ട്. ടിപ്പു സുൽത്താൻ്റെ വൈഫിൻ്റെ, സണ്ണിൻ്റെ, പിന്നെ ആൻറ്റി, അങ്ങനെ ഒരുപാട് മക്ബറകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇതാ നടന്ന് കാണാണ്. അങ്ങനെ അതൊക്കെ കണ്ട ശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അവിടുന്ന് ഇറങ്ങിയ ശേഷം നമുക്ക് നല്ല രീതിയിലൊരു മഴ കിട്ടി. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ക്ലൈമറ്റ്. ചെറിയൊരു മഴയും ഇങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ വൃന്ദാവൻ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഞാനും ഉമ്മയും ദീദിയൊക്കെ ആയിട്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം ഗാർഡനിലൊക്കെ ഇരുന്ന ശേഷം നമ്മളിതാ തിരിച്ചിറങ്ങുമ്പോൾ സ്വീറ്റ് കോൺ ചുട്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയ ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ജസ്റ്റ് ഒന്ന് പൂളിൽ ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ ഇക്കാൻ്റെ ബ്രദറാണ് കേട്ടോ. ആൾക്കിങ്ങനെ പൂളിൽ ഇങ്ങനെ സ്വിം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ നമ്മളിതാ പൂളിലൊക്കെ ഒരുപാട് ടൈം കളിച്ചു. ആ ഒരു ടൈമിൽ തന്നെ ഇവിടെ എന്തോ ഒരു സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ദൂരെ നിന്ന് ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂളിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയ ശേഷം നെക്സ്റ്റ് നമ്മളെ പരിപാടി ഇവിടെ നിയർ ആയിട്ടുള്ള ഒരു മോളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മളിതാ മോളിലെത്തിയിട്ട് ഫുഡൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. സബ്വേ, ബർഗർ കിങ്, മെക്ഡി അങ്ങനെ അവിടെ നിന്നൊക്കെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് ഫുഡ് വാങ്ങിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ന്യൂ വീഡിയോസായിട്ട് കാണുന്നത് വരെ ബൈ.